നമ്മൾ ചെണ്ടകുട്ടൻ്റെ കേസ് പറഞ്ഞ് ഈ മേളക്കാർ കൊട്ടുമ്പം അവർക്ക് ഹിയറിംഗ് ലോസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാന്ന് പറഞ്ഞു. ഇപ്പം നമുക്കിത് എങ്ങനെ ഐഡൻറ്റിഫൈ, എന്തൊക്കെയാണ് ഈ സിംറ്റംസ് ഇപ്പം കാണിക്കുന്നത്, ഈ ഹിയറിംഗ് ലോസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത്? ക്ലാരിറ്റി ഇഷ്യൂസ് ആയിരിക്കും. എല്ലാ കേൾവിക്കുറവിനും ആദ്യത്തെ സിംറ്റംസ് ക്ലാരിറ്റി ഇഷ്യൂസ് ആയിരിക്കും. മഫിൾഡ് ആയിരിക്കും സ്പീച്ച്. എന്ന് വെച്ചാൽ ഞാൻ വർത്തമാനം പറയുന്നത് ഒരു 60% 70% നിങ്ങൾക്കിങ്ങനെ നേരെ നിന്ന് വർത്തമാനം പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങൾ ആലോചിക്കും, ദൈവമേ ഇത് തന്നെയാണോ പറഞ്ഞത്, ഇനി വേറെ മാറ്റി ഇവർ പറഞ്ഞത് വേറെ വല്ലതും ആണോ എന്ന് നമുക്ക് നമ്മുടെ ബ്രെയിൻ രണ്ടാമത് ആലോചിക്കേണ്ട കണ്ടീഷൻസാണ് ആദ്യം ഉണ്ടാവുക. അത് റിപ്പീറ്റഡ് ആയിട്ട് വരും. കുറേ പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പം എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ പയ്യെ അത് വേണ്ട എന്ന സിറ്റുവേഷനിലോട്ടൊക്കെ വെച്ചാൽ ആദ്യം ക്ലാരിറ്റി ഇഷ്യൂ ആണ് ഉണ്ടാവുക. പിന്നെ ചെവിക്കകത്ത് മൂളിച്ച, ചെവിക്കകത്ത് കൂന്നിട്ട് നൈറ്റസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഉണ്ട്. ബാലൻസ് ഇഷ്യൂസ് കാണിക്കാൻ പറ്റും. ഈ ചെണ്ടമേളം നോയ്സ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇതിൽ വരുമ്പോൾ ചിലപ്പം ട്രിഗേർഡ് ബാലൻസ് ഇഷ്യൂസൊക്കെ നമുക്ക് കാണിക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. പിന്നെ എന്താണ്, ലിപ്പ് റീഡിങ് ഇല്ലാണ്ട് ഈവൻ കുറേ നാളായിട്ട് അവർക്ക് കേൾവിക്കുറവ് വെച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ലിപ്പ് റീഡിങ് ഇല്ലാണ്ട് അവർക്ക് വർത്തമാനം പറയുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇപ്പം പെട്ടെന്ന് പ്രേസി വർത്തമാനം പറയുമ്പം ശബരി പ്രേസിയെ നോക്കാണ്ട് പ്രേസി എന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല. അപ്പം എന്നെ നോക്കിയിരിക്കുന്നതിൻ്റെ ഇടയിൽ പ്രേസി വർത്തമാനം പറഞ്ഞാൽ ആ ലിപ്പ് കാണാണ്ട് ശബരിക്ക് അവളെന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല. ആ ക്ലാരിറ്റിയുടെ ഇഷ്യൂവിനാണ് ആദ്യത്തെ കേൾവിക്കുറവെന്ന്. നമ്മൾക്ക് എല്ലാവർക്കും ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി സീ ഈസ് ഒരാളോട് സംസാരിക്കുമ്പോൾ ഒബ്വിയസ്ലി അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഐസ് അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ പോകുന്നത് അവരുടെ ലിപ്സിലേക്കാണ്. ഓക്കെ, അത് നോർമൽ ഹിയറിംഗ് ഉള്ളൊരു വ്യക്തിക്കും ഇറ്റ്സ് ദ സെയിം തിങ്. ഇത് ബ്രെയിൻ എത്രയും ഇൻഫർമേഷൻ ഏതൊക്കെ ഇതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും ബെറ്റർ ആയിട്ട് ബ്രെയിൻ പ്രോസസ്സ് ചെയ്യും. അപ്പം നമ്മൾ ചെവി കൊണ്ട് മാത്രമല്ല കേൾക്കുന്നത്, നമ്മൾ ചെവി കൊണ്ട് കേൾക്കും, ആക്ഷൻ കാണുന്നത് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നത് കേൾക്കും, നമ്മുടെ ടെക്സ്റ്റേഴ്സ് കൊണ്ട് വൈബ്രേഷൻസ് കൊണ്ട് നമ്മളുടെ സ്കള്ള് വൈബ്രേറ്റ് ചെയ്യുമ്പം അതിൻ്റെ സിഗ്നൽസ് വെച്ച് കേൾക്കും. ഇതെല്ലാം കൊണ്ടാണ് നമ്മളെ ബ്രെയിൻ. ജസ്റ്റ് വൺ സിമ്പിൾ എക്സാമ്പിൾ ഇസ് എയർപോർട്ടിൽ പോകുമ്പോൾ ദസ് ഇസ് ഹ്യൂജ് ഗ്ലാസ്. ഓക്കെ, നമ്മൾ ആ മറ്റേ പ്ലെയിൻ പോകുന്ന റൺവേയിൽ നമ്മൾ കാണുമ്പോൾ ദ പ്ലെയിൻ ഇസ് ലാൻഡിങ്, അത് നമ്മൾ കാണുന്നുണ്ട്, പ്ലെയിൻ മുന്നോട്ട് പോകുന്നത് കാണുന്നുണ്ട്, ടേക്ക് ഓഫ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ദ കൈൻഡ് ഓഫ് സൗണ്ട് വിച്ച് ഇസ് ദെയർ, അവിടെ ആ സെയിം സൗണ്ട് അല്ല നമ്മൾ അതിനകത്ത് നിന്നിട്ട് പെർസീവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് എ പേഴ്സൺ വിത്ത് ഹിയറിംഗ് ലോസ്. ഈവൻ ഞാൻ പറയട്ടെ, നമുക്ക് നമ്മളുടെ ബ്രെയിൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ഏറ്റവും ഈസിയറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്ന സൗണ്ടിൻ്റെ എല്ലാ സ്ട്രക്ചറും ബ്രെയിൻ്റെ അകത്ത് ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാവുന്നൊരു പാട്ട്, ആ പാട്ട് 2-3 പ്രാവശ്യം നിങ്ങൾ കേട്ട് നിങ്ങളുടെ ബ്രെയിൻ അത് പഠിച്ചു കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം അതിൻ്റെ ട്യൂൺ വന്നാൽ നിങ്ങൾക്ക് പാടുന്ന പോലെ തോന്നും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്രെയിൻ്റെ അകത്ത് ഇതെല്ലാം സ്റ്റോർഡാണ്. അതേ ചെറിയൊരു ട്രിഗർ കിട്ടിയാൽ തന്നെ ബ്രെയിൻ അറിയാം ഇതാ ചെയ്യേണ്ടത്. പക്ഷേ കേൾവിക്കുറവ് വരുമ്പോൾ എന്നാ പറ്റുമെന്ന് വെച്ചാൽ ഈ ട്രിഗർ മാറിപ്പോവും. കാര്യം ബ്രെയിൻ പഠിച്ചു വെച്ചേക്കുന്ന രീതിയിലല്ല ഇവിടുന്ന് സിഗ്നൽ വരുന്നത്. ഇത് തമ്മിൽ കൺഫ്യൂഷൻ വരുമ്പം ബ്രെയിൻ വിചാരിക്കും, ദൈവം ഇതിപ്പം എന്താ ഇവിടെ വന്നതെന്ന്. അപ്പം പല ഫോൾഡറിൽ പല സാധനങ്ങൾ എടുത്തു വെച്ചേക്കുക. അപ്പോൾ ബ്രെയിൻ ഇതെല്ലാം ആയിട്ട് മാച്ച് ചെയ്ത് നോക്കുകയോ അപ്പം 3-4 മാച്ചായിട്ടിരിക്കുന്നു. അപ്പം ബ്രെയിൻ വിചാരിക്കും ഇത് എന്നതാ വന്നേക്കുന്നത്. അപ്പം അപ്പോഴാണ് ചിലർ നമ്മൾ പറയുന്ന കാര്യത്തിനായിരിക്കില്ല ഉത്തരം പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സാധനം മാറിപ്പോകും. അപ്പോൾ ഈ ബ്രെയിൻ എപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് കേൾക്കുന്ന സാധനം ഞാൻ പറയുന്ന സിഗ്നലിൻ്റെ ചെറിയ ക്യൂസ് വെച്ചിട്ട് ഇതുമായിട്ട് പെട്ടെന്ന് മാച്ച് ചെയ്ത് ഇതാന്ന് പറഞ്ഞ് റെസ്പോൺസ് കൊടുക്കുകയോ ചെയ്യുന്നത്. ആ സ്പീഡ് ആൾക്ക് അഫക്റ്റ് ആവും. ഓക്കെ, ഇത്രയും വലിയ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണല്ലോ. അതായത് ചെവിന്ന് കേൾക്കുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല, പക്ഷെ ഇത്രയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഓർഗനാണ് ഈ ഇയർന്നൊക്കെ പറയുമ്പോഴേക്കും ഇനി തൊട്ട് പോട്ടെ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷേ ചെവി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ, ഞാൻ പറഞ്ഞില്ലേ, ചെവി പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിൻ്റെ അകത്ത് എപ്പോഴും റീകോൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ബ്രെയിനിൻ്റെ വേറൊരു പ്രശ്നം, ഇതെല്ലാം ഈ ചെവിയല്ല ബ്രെയിനാ പ്രശ്നം. നമ്മുടെ ബ്രെയിനിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം റീകോൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വീണ്ടും ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ബ്രെയിൻ അത് മറന്നു പോകും. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് നമ്മൾ കാർ ഓടിക്കുന്ന ആളാണെങ്കിൽ
കാർ ഓടിക്കുന്ന ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ഒരിക്കലും ഒരു കുറേ പറ്റുന്ന ആൾക്ക് വേണ്ടി വരത്തില്ല. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ഈ സാധനങ്ങളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യും. ഈ സാധനം കാണുമ്പോൾ ഉടനെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ബ്രെയിൻ സിഗ്നൽ തരും. പക്ഷേ ഈ കാറ് നിങ്ങൾ ഫുൾ ഓൾട്ടർ ചെയ്ത് സ്റ്റിയറിംഗ് വേറൊരിടത്ത് ഇത് വേറൊരിടത്ത് ഇത് പിന്നെയും വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനും വീണ്ടും കൺഫ്യൂസ്ഡ് ആവും ഇതെങ്ങനെയാണ് ഓടിക്കേണ്ടിയെന്ന്. നമ്മൾ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് ഫുൾ ഓൾട്ടർ ചെയ്യുമ്പോൾ വെച്ചത്. അതുപോലെ കേൾവിക്കുറവ് വരുമ്പോൾ നമ്മൾ കേട്ടോണ്ടിരുന്ന രീതി കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇത് മാറി പുതിയൊരു സ്ട്രക്ചർ വരുമ്പോഴത്തേക്ക്, പുതിയൊരു സൗണ്ട് ഇത് വരുമ്പോഴത്തേക്ക് ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും. ഇപ്പോൾ പുതിയതിപ്പോൾ എന്താ, അത് ഓരോ സിറ്റുവേഷനും ഓരോ രീതിയിലായിരിക്കും വരിക. അതാണ് കേൾവിക്കുറവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒന്നും ഒരുപോലെ തന്നെ ബ്രെയിനിന് സിഗ്നൽ കിട്ടത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷൻസ്. അതേപോലെ ഇപ്പം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസും കരുതുന്നൊരു കാര്യമാണ്, ഇപ്പോൾ എന്താ പറയുക, കേൾവിക്കുറവ് വന്നു എന്നൊരു, ഇപ്പം എനിക്കിപ്പോൾ കേൾക്കുന്ന കുറവാണ്. ആദ്യം തന്നെ ആൾക്കാർ മൈൻഡിലോട്ട് പോകുന്നു, ഓക്കെ ഹിയറിംഗ് എയ്ഡ് വെക്കണം. ശരിക്കും കേൾവിക്കുറവ് ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ഹിയറിംഗ് എയ്ഡ് തന്നെ വെക്കണം നിർബന്ധമുണ്ടോ? കേൾവിക്കുറവ് വന്നു കഴിഞ്ഞാൽ ആദ്യമേ എടുത്ത് ഹിയറിംഗ് എയ്ഡ് വെക്കണമെന്ന് ഒരിക്കലും ഇല്ല. നമുക്ക് നമ്മളുടെ നാച്ചുറൽ ഹിയറിംഗ് ആണ് ഏറ്റവും നല്ലത്. നമുക്ക് നാച്ചുറൽ ഹിയറിംഗ് പ്രിസർവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഏതെങ്കിലും ചാൻസിൽ നമുക്ക് നാച്ചുറൽ ഹിയറിംഗ് പ്രിസർവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. ഒരിക്കലും ഹിയറിംഗ് എയ്ഡ്സ് നമ്മുടെ നാച്ചുറൽ ചെവി പോലെ ആവത്തില്ല. നമ്മുടെ നോർമൽ ചെവി പോലെ ഒരു കാരണവശാലും നമ്മുടെ ഹിയറിംഗ് എയ്ഡ്സ് വർക്ക് ചെയ്യത്തില്ല. ഹിയറിംഗ് എയ്ഡ്സ് നമ്മൾക്ക് കാല് മുറിഞ്ഞു പോയി കഴിയുമ്പം ഒരു ആർട്ടിഫിഷ്യൽ കാല് വെക്കുന്ന പോലെ തന്നെയാണ് ഹിയറിംഗ് എയ്ഡ്സ്. അപ്പം എനിക്ക് ചെവി നശിപ്പിച്ചിട്ട് ഞാൻ നാളെ ഹിയറിംഗ് എയ്ഡ് വെച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. കാര്യം ഹിയറിംഗ് എയ്ഡിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ 5 അടിക്കുള്ളിലേ കേൾക്കാൻ പറ്റത്തുള്ളൂ. 5 അടി ദൂരെ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അത് എത്ര കൂടിയ ഹിയറിംഗ് എയ്ഡ് വെച്ചാലും 5 അടിക്കുള്ളിലേ ഈ മുറിക്കകത്തിരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പുറത്തെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഒന്നും അത് ഈസി ആയിട്ട് നമ്മുടെ ചെവി ചെയ്യും. അത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫോർമേഷൻ, അതൊക്കെ ഈസി ആയിട്ട് നമ്മുടെ ചെവി ചെയ്യും. പക്ഷേ ഹിയറിംഗ് എയ്ഡ്സ് ആ മെഷീൻ അതൊന്നും പിടിക്കാൻ പറ്റില്ല.